ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന കഥാകാരൻ്റെ ഒരു കഥ ICSE മലയാളം 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന സാഹിത്യകാരൻ പ്രശസ്തനായ ആധുനിക ചെറുകഥാകൃത്തുകളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ്. ആത്മനിഷ്ഠ ഉള്ള വ്യംഗ്യഭംഗിയുള്ള കഥകൾ എഴുതുന്നതിൽ ശിഹാബുദ്ദീൻ തൻ്റെ കഴിവ് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ സ്ഥിരമായി എഴുതി തൻ്റെ മാറ്റു തെളിയിച്ച അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ കഥ കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞേ എന്ന കഥ ഒരു ഉമ്മയുടെ, ഗ്രാമീണയായ ഒരു ഉമ്മയുടെ തൻ്റെ വളർത്ത് പക്ഷികളായ കോഴികളോടുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. തൻ്റെ മക്കളെക്കാൾ കാര്യമായിട്ടാണ് ആ ഉമ്മ തൻ്റെ കോഴികളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഉമ്മയുടെ കണ്ണു വെട്ടിച്ച് വീടിനടുത്തുള്ള കാട്ടിലെ കുറുക്കന്മാർ ഉമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പതിവായിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കഥ ആരംഭിക്കുന്നത്. തൃശ്ശൂരിൽ താമസമുറപ്പിച്ച കഥാകൃത്ത് വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ വളരെ നിരാശയായി, വിഷാദവതിയായി ഇരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. മീൻ വെട്ടി അതിൻ്റെ വെള്ളം പുറത്തൊഴിച്ച് മടങ്ങി വന്ന ഇത്ത ഇപ്രകാരം പറഞ്ഞു: ഉമ്മയ്ക്ക് നൊസ്സാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ആമിന എന്ന് പേരിട്ട ഉമ്മ വളർത്തിയ ഒരു കോഴിക്കുഞ്ഞിനെ കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞെ എന്ന് ഉമ്മ പറഞ്ഞിട്ടും ആ കോഴിക്കുഞ്ഞ് അടുത്ത വീട്ടിലെ പൂവൻ കോഴിയുടെ ആക്രമണത്തെ ഭയന്ന് പറന്നു ചെന്നപ്പോഴുണ്ട് കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. ഉമ്മ സങ്കടപ്പെട്ടു. എൻ്റെ ആമിനെ ഇപ്പോൾ ആ കുറുക്കൻ എന്തു ചെയ്യുകയാവും? ആമിനെ ആ കുറുക്കൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. മകനായ കഥാനായകൻ ഇപ്രകാരം പറഞ്ഞ് ഉമ്മയെ ദേഷ്യം പിടിപ്പിച്ചു. ഉമ്മ എന്തിനാണ് കോഴികൾ ഉള്ള കോഴികളെല്ലാം കുറുക്കന്മാർ പിടിച്ചുകൊണ്ട് പോന്നു. മാത്രമല്ല ഈ കോഴികളൊക്കെ ഈ വീടിൻ്റെ ഉള്ളിൽ തൂറിയിടും. ഉമ്മ പറഞ്ഞു: നീയും പണ്ട് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ തൂറിയിട്ടിട്ടുണ്ട്. വാത്സല്യം ഉമ്മയുടെ മക്കളോട് ഉണ്ടായിരുന്നുവെങ്കിലും ഉമ്മയുടെ മക്കളിൽ 3 പേരെ കടൽ കൊണ്ടുപോയി. അവർ മുങ്ങി മരിച്ചു. മോർച്ചറിയിൽ നിന്നും ശവം വന്നപ്പോഴാണ് കരിനാക്ക് നബീസ എന്ന സ്ത്രീ 5 മക്കളെയും ഒരുമിച്ച് കണ്ടതിനെപ്പറ്റി ഉമ്മയ്ക്ക് സങ്കടം ഉണ്ടാകുന്നത്. മക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തതുപോലെ തന്നെ കോഴികളെയും ഉമ്മയ്ക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. ആ സമയത്താണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിൽ കയറി വരുന്നത്. അവൻ ടൈ ഒക്കെ കെട്ടി ദൈന്യതയുടെ ഒരു പ്രതിരൂപമായി മുന്നിൽ വന്നതായിട്ടേ ഉമ്മയ്ക്ക് തോന്നിയുള്ളൂ. അവൻ ഒരുപാട് വസ്തുക്കളെ പറ്റി, പ്രോഡക്റ്റുകളെ പറ്റിയൊക്കെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ചോദിച്ചു: നിൻ്റെ കയ്യിൽ ഇസ്തിരിപ്പെട്ടിയുണ്ടോ? അപ്പോൾ അവൻ പലതരം കമ്പനികളുടെ പേര് ഇംഗ്ലീഷിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഉമ്മ പറഞ്ഞു: ഇതൊന്നും പറയണ്ട, എനിക്ക് 30 രൂപയ്ക്ക് ഞാൻ ആ ഇസ്തിരിപ്പെട്ടി എടുത്തോളാം. അവൻ പറഞ്ഞ വില 300 ആയിരുന്നു എന്നത് ഓർക്കണം. കമ്പനി ഒരു വിലയിട്ടിരിക്കുന്നു. ഉമ്മ അതിനും വളരെ നിസ്സാരമായി അവനോട് മറുപടി പറഞ്ഞു: കമ്പനിക്ക് വിലയിടാൻ എന്താണ് അവകാശം? അവകാശം അത് ഉപയോഗിക്കുന്നവരുടേതാണ്. അവരാണ് വില നിശ്ചയിക്കുന്നത്. ഉമ്മ ഒരു 60 രൂപ തന്നിട്ട് അതെടുത്തോളൂ. അങ്ങനെ 60 രൂപയ്ക്ക് ഉമ്മ കച്ചവടം ഉറപ്പിച്ച് ഇസ്തിരിപ്പെട്ടി വാങ്ങിച്ചു. പിന്നീടാണ് അവൻ്റെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചത്. അവൻ പറഞ്ഞു: ഉമ്മ, ഞാനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. ബന്ധുക്കളാരും സഹായത്തിന് ഇല്ല. ഒരു കുഞ്ഞുള്ളത് 1 വയസ്സായിരിക്കുന്നു. അപ്പോൾ ഈ എന്തു ചെയ്യൂ? ആ പെൺകുട്ടിയെ ഒരു മുസ്ലിമാക്കി വളർത്തു. മതാന്ധത പറഞ്ഞ് കലാപമുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇങ്ങനെയായിരുന്നു ഉമ്മയുടെ മറുപടി.
കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മ അവനോട് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് നിർബന്ധിക്കുന്നു. കാപ്പി കുടിച്ച് കഴിഞ്ഞ് അവന് തൻ്റെ പണപ്പെട്ടിയിൽ നിന്നും 2 100-ൻ്റെ നോട്ട് ചുരുട്ടി കൊടുക്കാനും ഉമ്മ മറന്നില്ല. അവൻ കരഞ്ഞു. ഇന്നെപ്പോലുള്ള ആളുകളാണ് അന്തസ്സില്ലാതെ ഇങ്ങനെ കരയുന്നത്. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കൂ എന്ന് ഉമ്മ അവനോട് പറയുമ്പോഴൊക്കെ ഒരുപക്ഷെ ഉമ്മയുടെ മക്കൾ ഉമ്മയുടെ ഓർമ്മയുടെ ഓളങ്ങളിൽ എവിടെയുമൊക്കെ വന്ന് നിന്നിരുന്നിട്ടുണ്ടാവാം എന്ന് നമുക്ക് വായനക്കാർക്ക് തോന്നിപ്പോകുന്നു. കരുനാക്കൻ അബീസയുടെ മുമ്പിൽ 5 കുട്ടികളും ഒരുമിച്ച് ചെന്നത് ഉമ്മയ്ക്ക് സങ്കടമായി തോന്നി. അയാൾ പോയി കഴിഞ്ഞിട്ട് പിന്നീടൊരിക്കൽ മറ്റൊരാൾ ആ വീട്ടിൽ വരുന്നു. അത് കരീം എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹവും ഒരു തടുക്ക് വിൽപ്പനക്കാരനായിട്ടാണ് വന്നത്. 100 ഉറുപ്പിക പറഞ്ഞ തടുക്ക് ഉമ്മ 30 രൂപയ്ക്ക് വാങ്ങിച്ചു. ഈ എന്നെ പറ്റിച്ചിട്ടില്ലല്ലോ അല്ലേ? അപ്പോഴും പലപ്പോഴായി ഉമ്മയുടെ കോഴികൾ നാട്ടിലെ കുറുക്കന്മാർക്ക് വിരുന്നായി മാറുന്നത് സങ്കടത്തോടെ കണ്ടു നിൽക്കാനാണ് കഴിയുക. പാണ്ടികൾ അണ്ണാച്ചിമാർ കൊണ്ടുവരുന്ന കളർഫുള്ളായിട്ടുള്ള കോഴികൾ ഉമ്മ വാങ്ങുകയും ആ കോഴികളെ നിരന്തരമായിട്ട് കുറുക്കന്മാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. എങ്കിലും ഉമ്മയ്ക്ക് കോഴികളോടുള്ള ഭ്രമം മാറിയിട്ടില്ല. നിനക്ക് 2 രൂപയ്ക്ക് മുട്ട കിട്ടും എന്ന മകൻ്റെ വാദത്തിന് നിനക്ക് മുട്ട വാങ്ങി തിന്നാനല്ലേ അറിയൂ. അതെല്ലാം വരവ് കോഴികളായിരിക്കും. ഇത് നാടൻ കോഴികളാണ്. നാടൻ കോഴികൾ അനുസരണയുള്ളവരായിരിക്കും. ഉമ്മ നാടൻ കോഴികളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. വന്ന കരീം എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തിൻകടവിൽ എന്ന ആളിൻ്റെ ആരാധകനാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ചോദിച്ചു, ആരാധകൻ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് പരമശക്തനായ അള്ളാഹുവിനാണ്. ഇവനെ ആരാധിക്കേണ്ട കാര്യം എന്താണ്? ഒരു തെങ്ങിൽ കയറാൻ പോലും അറിയാത്ത ഈ എൻ്റെ മകനെ നീ എന്തിന് ആരാധിക്കണമെന്ന ചോദ്യം ഉമ്മ വ്യംഗ്യന്തരമായിട്ട് അറിയിച്ചു. അപ്പോൾ ജീവിതത്തിലെ സാഹിത്യവും കലയുമൊക്കെ ആസ്വദിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ പുസ്തകം പഠിക്കുന്ന കുട്ടികൾ ഒക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നു എന്ന് കരീം പറയുകയും ഉമ്മയുമായി കരീം വളരെ അടുക്കുകയും ചെയ്തു. അങ്ങനെ ഉമ്മയ്ക്ക് കരീം 4 കോഴികളെ കൊണ്ടു കൊടുത്തു. പതിവ് പോലെ അവയും പിന്നെ കാണുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ കഥയുടെ ഏറ്റവും വലിയ രസകരമായ ഒരു വഴിത്തിരിവായി നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയിൽ ഉമ്മ അടുത്ത് വന്ന് സംസാരിച്ച തെങ്ങ് കയറ്റക്കാരൻ തോമസിനോടൊപ്പം ഓടി വന്ന റോസമ്മ ഉമ്മയോട് പറഞ്ഞു, തൃശ്ശൂർ ഒക്കെ നല്ല നാടൻ കോഴികളെ കിട്ടും. തൃശ്ശൂരാണ് നമ്മുടെ കഥാനായകൻ ഉമ്മയുടെ മകൻ താമസിക്കുന്നത്. ഉമ്മ പറഞ്ഞു, എനിക്ക് നിൻ്റെ മക്കളെ കാണാൻ കൊതിയായി. അങ്ങനെ ഉമ്മ മക്കളെ കാണാനായി തൃശ്ശൂരേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ നാട്ടിൽ നിന്നും കുറച്ച് നാടൻ കോഴികളെ വാങ്ങിക്കൊണ്ടുവന്ന് വളർത്തണം. ആ നാട്ടിൽ കുറേ വീടുകളിലൊക്കെ കയറിയിറങ്ങി നടന്ന ഉമ്മ അത് സംഘടിപ്പിക്കുക തന്നെ ചെയ്തു. മടക്ക യാത്രയ്ക്ക് ഒരുങ്ങിയ ഉമ്മയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു പെട്ടി കൂടിയുണ്ട് എന്നുമ്മ പറഞ്ഞപ്പോൾ വളരെ പ്രസിദ്ധനും അറിയപ്പെടുന്നയാളുമായ ആ മകന് അതൊരു അപമാനമായി തോന്നി. തൃശ്ശൂരിൽ നിന്നും കണ്ണൂർ വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ ഈ പറഞ്ഞ ടൗൺ ടു ടൗൺ ബസ്സിൽ ഈ കോഴികളെ ചുമക്കുക അത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഉമ്മയാണ്. ഉമ്മ നിർബന്ധിച്ചാൽ മകനായ അദ്ദേഹത്തിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ പെട്ടി എടുക്കില്ല, അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഇഞ്ചെടുക്കണ്ട, ഞാൻ എടുത്തോളാം. അങ്ങനെ യാത്രയിൽ ഉമ്മ ഇത് താങ്ങി പിടിച്ച് നടക്കുന്നത് മകന് വലിയ വിഷമമുണ്ടാക്കി. പക്ഷേ വഴിയിൽ അത് വാങ്ങി ഒരു ബസ്സിൻ്റെ ഉള്ളിൽ കയറിയതിന് മുൻപ് തന്നെ കോഴികൾ കലവിലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. തട്ടിൻ്റെ അടിയിലിരുന്ന് കോഴികൾ ബഹളമുണ്ടാക്കുമ്പോഴൊക്കെ യാത്രക്കാർ അണ്ണാച്ചിമാരുടെ ഈ ശല്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് ഒരു ഗവേഷക വിദ്യാർത്ഥിയും പരിചയക്കാരനുമായ ഒരു സാഹിത്യ കുതുകി കഥാകാരനെ കണ്ടതും അദ്ദേഹം യാത്രക്കാരനായി ബസ്സിലെത്തുന്നതും. അവർ സംസാരിക്കുന്നതിനിടയിലും ഈ കോഴികൾ ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. വിയർത്ത് വിഷമിച്ച് വിഷണ്ണനായി യാത്ര ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും കോഴികൾ ഈ സാഹിത്യ ചർച്ചകൾക്കും സാമൂഹിക ജീവിതത്തിനും ഒരു തടസ്സമായി വന്നു.
അങ്ങനെ ഒരു വിധത്തിൽ കോഴികളുമായി വീട്ടിലെത്തി ശ്വാസം നേരെയായപ്പോൾ അദ്ദേഹത്തിന് ഉമ്മയുടെ ഈ കോഴിഭ്രമത്തിനോട് ദേഷ്യം ഉണ്ടായി. അപ്പോഴും മരിച്ചുപോയ തൻ്റെ മക്കളെ ഓർത്ത് ഉമ്മ നെടുവീർപ്പിട്ടു. ഈ കോഴികളുടെ ഒരു വളർച്ച വ്യഗ്യന്തരേണ മലയാള സാഹിത്യത്തിന് സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത് വേറൊരു ദർശനമാണ്. നാട്ടിലുള്ളവയ്ക്ക് നന്മയുണ്ടാവുകയുള്ളൂ. വളർന്നു വരുന്നതും പുതിയ പരിഷ്കാരങ്ങൾക്കും ഒന്നും സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല എന്ന ഒരു പഴമയുടെ സംഘബോധം ഈ കഥ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നല്ലതിനെ തിരിച്ചറിയാൻ ഉമ്മയ്ക്ക് കഴിയുന്നു, പഴയ ആളുകൾക്ക് കഴിയുന്നു. പുതിയ തലമുറ നല്ലതിനെ തിരസ്കരിക്കുകയും നിരാകരിക്കുകയും ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഉമ്മയ്ക്ക് സ്വന്തം അസ്തിത്വം സംരക്ഷിക്കാൻ കഴിയാത്തതുപോലെ എല്ലാ നന്മകളെയും പരിരക്ഷിക്കാൻ ഒരു ഉമ്മമാർക്കും നാട്ടിൽ കഴിയുന്നില്ല എന്ന ഒരു ബോധമാണ് ഈ കഥ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കോഴികൾ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മളോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന എല്ലാ സത്യങ്ങളും നിലനിർത്തുക എന്നത് ഒരു പുരോഗമനവാദിയാണെങ്കിൽ കൂടി ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് പറയുമ്പോൾ ഈ കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞേ എന്ന കഥ അതൊരു പക്ഷേ നാട്ടിലൊരുപാട് കുറുക്കന്മാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. കാട്ടിലൊരുപാട് കുറുക്കന്മാർ നിങ്ങളെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ടാകും. അവർക്കൊന്നും നിങ്ങൾ പിടികൊടുക്കാതെ മദ്യവും മയക്കുമരുന്നും മറ്റ് നാട്ടിലെ വിധ്വംസക പ്രവർത്തനങ്ങളും വർഗീയതയും ഒക്കെ ഒന്നും ഇടകൊടുക്കാതെ നല്ല ഒരു മനുഷ്യ ബോധത്തോടെ ഉമ്മമാർ പറയുന്നത് കേട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സംസ്കാരം ഉൾക്കൊണ്ട് നല്ല ഒരു ഭാവി ജീവിതത്തിലേക്ക് വളരാനായിരിക്കണം ഒരു പക്ഷേ ഈ കഥയുടെ വ്യംഗ്യഭംഗി നമ്മളെ നിർബന്ധിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ കഥ സാർത്ഥകമാകുന്നു. ഇതിലെ ചോദ്യോത്തരങ്ങൾ എഴുതുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരം ചതിവുകളെ, ഇത്തരം അധാർമികതകളെ, കുറുക്കന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഉത്തരങ്ങളായിരിക്കണം പരീക്ഷാ ബോർഡിന് മുമ്പിൽ വെക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കഥയും നിങ്ങൾ വിജയത്തിന് മന്ത്രമാക്കി മാറ്റും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിവ്യാസ് ലേണിംഗ് അക്കാദമി.